നമസ്കാരം, ധനേഷാണ്. അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് ഈ രാജാറാണിയുടെ വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്തായിരിക്കും എന്ത് വീഡിയോ എന്നല്ലേ. രാജാറാണി ഒരു സമയത്ത് നമ്മുടെ മലയാളികൾ എല്ലാവരും മനസ്സിൽ ഓർത്തിരുന്ന ഒരു ചിത്രമാണ് രാജാറാണി. ഈ രാജാറാണിയുടെ കഥ ഇപ്പം നമ്മുടെ മലയാളികളെടുത്ത് ആരെടുത്ത് ചോദിച്ചാലും ഉറപ്പായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് എന്നെ പറഞ്ഞു തരും. കാരണം തമിഴിലാണെങ്കിൽ പോലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആഴത്തി ഇറങ്ങിയ ഒരു സിനിമയാണ് രാജാറാണി. രാജാറാണിയുടെ എല്ലാ സീനുകളും നമ്മുടെ മനസ്സിലേക്ക് ആഴത്തി ടച്ചായ സീനുകളാണ്. എന്നാൽ അവസാന നിമിഷം പറഞ്ഞൊരു സീനുണ്ട്. നസ്രി ആണെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്നതും ഒരു വണ്ടി വന്ന ആക്സിഡന്റ് ഉണ്ടാകുക, ഉണ്ടാക്കിയതിനു ശേഷം തലയടിച്ചതിന് ശേഷം റോഡിൽ വീഴുക, പെട്ടെന്ന് ആംബുലൻസ് വരുന്നു, ഹാർട്ട് ബീറ്റ് നോക്കുന്നു, ഡോക്ടർ വരുന്നു, ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നു, ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല, പെട്ടെന്ന് തന്നെ ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുകയാണ്, അതായത് ഹാർട്ട് ബീറ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടി. സത്യം പറഞ്ഞ ഈ ഒരു സിറ്റുവേഷന് വേണ്ടിയാണ് ഞാൻ ഇന്ന് രാജാറാണിയുടെ വിഷ്വല് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തത്. കാരണം ഞാൻ പെട്ടെന്ന് AED എന്നൊരു എക്യുപ്മെന്റ്സിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ പലർക്കും എന്താണ് AED എന്ന് മനസ്സിലാവത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണ പോലെ എന്താണ് ഞാൻ ഉദ്ദേശിച്ച AED എന്ന്. അതായത് ഹാർട്ട് ബീറ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്സ്. നമ്മൾ ഹോസ്പിറ്റലിലെല്ലാം കാണുന്നത് നമ്മൾ ആ സിനിമയിൽ കണ്ടതുപോലത്തുള്ള എക്യുപ്മെന്റ്സ് ആണ് നമ്മുടെ ഹോസ്പിറ്റലിൽ കാണുന്നത്. എന്നാൽ ഞങ്ങളുടെ കപ്പലിലും രണ്ട് ഇതുപോലുള്ള ഒരു AED എന്ന് പറഞ്ഞൊരു എക്യുപ്മെന്റ്സ് ഉണ്ട്. നമ്മുടെ കപ്പലിൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരിക അല്ലെങ്കിൽ വരുന്ന സംസർപ്പങ്ങളിൽ നമ്മളാണെങ്കിൽ കംപ്രഷനും ബ്രീതിങ്ങും എല്ലാം കൊടുത്തതിന് ശേഷം റിക്കവർ ആകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അവസാനത്തെ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതി നമ്മൾ ഹാർട്ടിലേക്ക് ഷോക്ക് കൊടുക്കുകയാണ്. ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ AED എന്ന എക്യുപ്മെന്റ്സ് ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന AED എന്ന് പറഞ്ഞ എക്യുപ്മെന്റ്സ്. ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡീഫ്ലിബേറ്റർ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നമ്മുടെ കപ്പലിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഇലക്ട്രിക് ഷോക്ക് നൽകുന്ന ഈ ഒരു എക്യുപ്മെന്റ്സ് വരികയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ എക്യുപ്മെന്റ്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കെന്നാൽ ഇനിയാണെങ്കിൽ ഒന്ന് AED ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്ന ബ്രിഡ്ജിലാണ്. ഇതെൻ്റെ സെക്കൻഡ് വേറ്റും കൂടെ. അപ്പോൾ നമുക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് വീഡിയോ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കെന്നാൽ AED ഒന്ന് അൺബോക്സ് ചെയ്യാം. നമുക്കെന്നാൽ ഈ AED ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ സാധാരണ പോലെ തന്നെ ചെറിയ സ്ട്രാപ്പാണ് വരുന്നത്. നമ്മൾ സ്ട്രാപ്പാണെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുണ്ട് ഈ ഒരു മോഡലിലാണ് AED ഓപ്പൺ ചെയ്യുന്നത്. ഇതാണെങ്കിൽ എൻ്റെ ഡിവൈസാണ്. പിന്നെ ഇത് ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലും അതിൻ്റെ യൂസേജും എല്ലാം നല്ല കൃത്യമായിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഏതൊരു ഇലക്ട്രോണിക് ഉപകരണം നമ്മൾ അൺബോക്സ് ചെയ്യുന്ന പോലെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ നെഞ്ചിൻ്റെ രണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നെഞ്ചിൻ്റെ ചെസ്റ്റിലും അതുപോലെ ഡൗണിലായിട്ട് നമ്മൾ ചെയ്യേണ്ട പാഡാണ് വേണ്ടി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്ലഗ് പോലെ ഉണ്ട്. ഈ പ്ലഗ് നമ്മളിവിടെ കണക്റ്റ് ആക്കി വെക്കണം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇനി അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ബാക്കി അതിൻ്റെ കുറച്ച് ഇവിടെ മന്ത്ലി ഇവിടെ ഓരോ മാസം ഇവിടെ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ പേപ്പർ നമ്മളൊന്ന് മാറ്റി വെക്കുവാണ്. പിന്നെ ലിസ്റ്റായിട്ട് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നെഞ്ചിലൊക്കെ മുടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു സിസർ ഇതിലൂടെ വരുന്നുണ്ട്. ആ സിസർ ഒന്ന് മാറ്റി വെക്കുവാണ്. പിന്നെ അതല്ലാതെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടി നമുക്കൊരു ഗ്ലൗസ് വരുന്നുണ്ട്. ആ ഗ്ലൗസ് ഞാൻ മാറ്റി വയ്ക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ നെഞ്ചത്തെ നമ്മുടെ മുടിയാണെങ്കിൽ ഷേവ് ചെയ്ത് കളയാൻ വേണ്ടിയുള്ള ഒരു റേസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാനൊന്നും ഓപ്പൺ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇപ്പം ഒരു ഹാർട്ട് അറ്റാക്ക് വന്നൊരു കാർഡിയക് അറസ്റ്റൊക്കെ വന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ നേരെ അവരെ ക്ലിയർ ആയിട്ടൊന്ന് നേരെ കിടത്തിട്ട് അവരെ എയർവേയിലോ ഒന്ന് ക്ലിയർ ചെയ്തിരിക്കുക. ക്ലിയർ ചെയ്തതിന് ശേഷമായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട അവരുടെ ആണെങ്കിൽ നെഞ്ചിലെ മുടിയെല്ലാം ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് ക്ലീൻ എല്ലാം ചെയ്തതിന് ശേഷം ഈ ഒരു പ്ലഗ് ദണ്ട് ഈ ഒരു പോർഷൻ നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് വെക്കണം. ദണ്ട് ഇതുപോലെ ക്ലിയർ ആയിട്ട് ഫിറ്റ് ചെയ്ത് വെക്കുക. ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ എല്ലാം ദണ്ട് ഇവിടെ തന്നെ ഒരു കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്നായിട്ട്. ആദ്യം നമ്മളാണെങ്കിൽ ഇതിൻ്റെ പവർ ബട്ടൺ ഓൺ ചെയ്യണം. ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സൈഡിൽ ഗ്രീൻ ലൈറ്റ് നിങ്ങൾക്ക് കത്തുന്നതായിരിക്കും. ആൻഡ് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമതായിട്ട് സെക്കൻഡ് ഓപ്ഷനായ ഇവിടെ സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏതാണ് ഒരു വിക്ടിം വരുന്നത് അവരുമായിട്ടൊന്ന് ക്ലിയർ ചെയ്യണം. കാരണം അവർ കൃത്യമായിട്ട് അവരുടെ നെഞ്ചിലാണെങ്കിൽ രണ്ട് ഈ ഒരു പാഡ് കൃത്യമായിട്ടൊന്ന് സീൽ ചെയ്യണം. ഇതൊരു വൺ ടൈം യൂസ് ആണ്, അതുകൊണ്ട് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാതെ. ഒരു തവണ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് യൂസ് ചെയ്യാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്യുന്നില്ല. ആ പാഡിനകത്ത് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്കാണെങ്കിൽ ഇൻസ്ട്രക്ഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് കൊടുക്കുന്നുണ്ട്.
ആദ്യമാണെങ്കിൽ നമ്മളാണെങ്കിൽ ഇതുണ്ടെന്ന് ക്ലീൻ ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ആ റേസർ വെച്ച് ക്ലീൻ ചെയ്യണം. സെക്കൻഡായിട്ട് ഈ സ്ട്രിപ്പ് എടുക്കണം. സ്ട്രിപ്പ് എടുത്തതിന് ശേഷമായിട്ട് മൂന്നാമത് നമ്മൾ ഈ പാഡ് ഓപ്പൺ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. നമ്മുടെ നെഞ്ചിൻ്റെ ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻ്റെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെസ്റ്റിലും അതുപോലെ തന്നെ ഡൗണിലും നമ്മുടെ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ക്ലിയർ പൊസിഷനോടെ കാണിച്ചിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യുക. സ്റ്റിക്ക് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യുക. തേർഡ് ഓപ്ഷനാണ് അതിന് ഷോക്ക് എന്നുള്ള ഓപ്ഷൻ. നമ്മൾ ഷോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിക്ടത്തെയും തുടരാനൊന്നും പാടില്ല. കൃത്യമായിട്ട് ഓട്ടോമാറ്റിക്കലി ഷോക്ക് ചെയ്യുക. ഷോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ ഹാർട്ട് ഇടിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് 2-3 തവണ ഓട്ടോമാറ്റിക്കലി ഷോക്ക് കഴിയുമ്പോഴത്തേക്കും റിക്കവർ ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ ഓഫ് ആക്കി കൊടുക്കുക. അതിനുശേഷം പിന്നീട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ CPR എല്ലാം കൊടുത്ത് നമുക്കാണെങ്കിൽ വിക്ടത്തെ നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഞാൻ എൻ്റെ ചാനലുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ധനേഷ് സൈനിങ് ഔട്ട്.